രാഷ്ട്രീയത്തിന്റെ ഗതിമാറ്റത്തിന് ധർമ്മടം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് ഇത്തവണ മത്സരിക്കാനില്ലെന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു സത്യത്തിലേക്കാണ്: ഭയം. അതെ, ധർമ്മടത്തെ ചുവപ്പൻ കോട്ടകൾ ഓരോന്നായി തകരുകയാണ്. സ്വർണക്കൊള്ളയിലും അഴിമതിയിലും മുങ്ങിയ ഭരണകൂടത്തിനെതിരെ BJP നടത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം ഇന്ന് ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. താമര വിരിയുന്ന മണ്ണിൽ താൻ പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രി പിന്മാറുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വൻ രാഷ്ട്രീയ ഭൂകമ്പത്തിനാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അന്വേഷണ ഏജൻസികൾ പടിക്കലെത്തി നിൽക്കുമ്പോൾ സ്വന്തം മണ്ഡലത്തിൽ പോലും സുരക്ഷിതരല്ലെന്ന് മുഖ്യമന്ത്രി തിരിച്ചറിഞ്ഞിരിക്കുന്നു. BJP ഉയർത്തുന്ന രാഷ്ട്രീയ വെല്ലുവിളിക്ക് മുന്നിൽ സ്വർണക്കൊള്ളയുടെ കറുത്ത പാടുകൾ മറച്ചുപിടിക്കാൻ ഇനി സാധിക്കില്ല. പതിറ്റാണ്ടുകളായി കേരളം മാറി മാറി ഭരിച്ച് നാടിനെ കുട്ടിച്ചോറാക്കിയ ഇടതു വലത് മുന്നണികളുടെ അടിവേരുകൾ അറക്കാൻ BJP നയിക്കുന്ന മൂന്നാം ശക്തി കേരളത്തിന്റെ മണ്ണിൽ പടർന്നു പന്തലിച്ചു കഴിഞ്ഞു. ഇരട്ടച്ചങ്കനെന്ന് അനുയായികൾ വിളിക്കുന്ന പിണറായി വിജയൻ ഇത്തവണ ധർമ്മടത്ത് മത്സരിക്കാൻ ഉണ്ടാകില്ല എന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. എന്നാൽ ഇതിന് കാരണം കോൺഗ്രസ് ഇറക്കുന്ന യുവതുർക്കി ഷാഫി പറമ്പിലാണെന്ന് വിശ്വസിക്കാൻ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് കഴിയില്ല. യഥാർത്ഥത്തിൽ ഓരോ ഗ്രാമത്തിലും ശാഖകളിലൂടെയും സേവന പ്രവർത്തനങ്ങളിലൂടെയും ഭാരതീയ ജനതാ പാർട്ടി കെട്ടിപ്പടുത്ത അടിത്തറയാണ് മുഖ്യമന്ത്രി ഭയപ്പെടുത്തുന്നത്. CPM-ന്റെ വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് BJP നടത്തുന്ന മുന്നേറ്റം തിരിച്ചറിഞ്ഞ പിണറായി വിജയൻ തോൽവി ഭയന്നാണ് മത്സര രംഗത്ത് നിന്ന് പിന്മാറാൻ ആലോചിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിലും കമ്മീഷൻ ഇടപാടുകളിലും മുങ്ങിക്കുളിച്ച പിണറായി സർക്കാരിനെതിരെ ജനരോക്ഷം ഇരമ്പുകയാണ്. ഇതിന് കൂട്ടുനിൽക്കുന്ന കോൺഗ്രസിനും ജനങ്ങൾ ഒരിക്കലും മാപ്പ് നൽകില്ല. സ്വർണം കെട്ട CPM-നെയും അതിന് കുടപിടിക്കുന്ന കോൺഗ്രസിനെയും ഒരേപോലെ പാഠം പഠിപ്പിക്കാൻ കേരളം തീരുമാനിച്ചു കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾ സ്വന്തം പേരിൽ സ്റ്റിക്കർ ഒട്ടിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന ഇടതുതന്ത്രം ഇനി നടപ്പില്ല. ഇത്തവണ ധർമ്മടത്ത് BJP രംഗത്തിറക്കാൻ പോകുന്നത് കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയാണ്. CPM-ന്റെ വോട്ട് ബാങ്കുകളിൽ വിള്ളലുണ്ടാക്കി അണികൾക്കിടയിലുള്ള അതൃപ്തി മുതലെടുത്ത വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള തന്ത്രം BJP മെനഞ്ഞു കഴിഞ്ഞു. മോദി ഗ്യാരണ്ടിയിൽ വിശ്വസിക്കുന്ന ഒരു പുതിയ കേരളം ഉദയം കൊള്ളുകയാണ്. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് നേരിടുന്നത് സമാനതകളില്ലാത്ത വെല്ലുവിളിയാണ്. പിണറായിസത്തിനും മരുമോനിസത്തിനും അന്ത്യം കുറിക്കാൻ BJP-യുടെ ശക്തമായ സാന്നിധ്യം അവിടെയുണ്ട്. ഭരണവിരുദ്ധ വികാരം അലയടിക്കുമ്പോൾ മരുമകന്റെ രാഷ്ട്രീയ ഭാവി സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിക്ക് സ്വന്തം മണ്ഡലം ഉപേക്ഷിച്ച് ഓടി നടക്കേണ്ടി വരുന്നത് നാണക്കേടാണ്. തൃശൂരിലൂടെ തുടങ്ങിയ ആ വിജയയാത്ര ഇത്തവണ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അലയടിക്കും. കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്കിലും CPM അക്രമ രാഷ്ട്രീയത്തിലും വലയുന്ന ജനങ്ങൾക്ക് മുന്നിലുള്ള ഏക പോംവഴി BJP-യാണ്. മോദി സർക്കാരിന്റെ വികസന നയങ്ങൾ, സ്വർണ്ണക്കടത്തുകാരെയും അഴിമതിക്കാരെയും തുറങ്കിലടക്കാനുള്ള ആർജവം, പ്രീണന രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ച് എല്ലാവർക്കും നീതി ഉറപ്പാക്കുന്ന ഭരണം. ഷാഫി പറമ്പിലോ K മുരളീധരനോ പിണറായി വിജയനോ അല്ല ഇത്തവണ കേരളത്തിന്റെ വിധി നിർണയിക്കുക. മറിച്ച് നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന BJP-യുടെ കരുത്താണ്. അഴിമതിക്കാരെയും ജനദ്രോഹികളെയും ജനം അറബിക്കടലിലെറിയുന്ന കാഴ്ചയ്ക്കായി ഇനി ദിവസങ്ങൾ മാത്രം. കേന്ദ്ര സർക്കാർ നൽകുന്ന സൗജന്യ റേഷൻ, കിസാൻ സമ്മാൻ നിധി, ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ പദ്ധതികൾ തടയാൻ പിണറായി സർക്കാർ പരമാവധി ശ്രമിച്ചു. എന്നാൽ ഓരോ മലയാളിയിലേക്കും ഈ വികസനം എത്തിക്കാൻ BJP പ്രവർത്തകർ വീട് വീടാന്തരം കയറി പ്രവർത്തിച്ചു. കൊച്ചി മെട്രോ, വന്ദേ ഭാരത്, ദേശീയപാത വികസനം, കേരളത്തിന് കേന്ദ്രം നൽകിയ ഈ വികസന നേട്ടങ്ങൾ വോട്ടായി മാറുമെന്ന് CPM തിരിച്ചറിയുന്നു. തൃശൂരിൽ BJP വിജയിച്ചതുപോലെ തിരുവനന്തപുരത്തും വടക്കൻ കേരളത്തിലും വലിയ മുന്നേറ്റം BJP കാഴ്ചവെക്കും. BJP മുന്നോട്ട് വെക്കുന്ന വികസന രാഷ്ട്രീയത്തിൽ ആകൃഷ്ടരായി ഹൈന്ദവ ക്രൈസ്തവ വിഭാഗങ്ങൾ ഒന്നിക്കുന്നത് ഇടതു വലത് മുന്നണികളുടെ ഉറക്കം കെടുത്തുന്നു. ധർമ്മടം ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്. സ്വർണക്കൊള്ളയുടെയും അഴിമതിയുടെയും കുത്തരങ്ങായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയപ്പോൾ അതിനെതിരെ തിരുവിൽ പൊരുതിയത് BJP മാത്രമാണ്. ആ പോരാട്ടം ഇന്ന് മുഖ്യമന്ത്രിയെ ഭയപ്പെടുത്തിയിരിക്കുന്നു. ധർമ്മടത്ത് അദ്ദേഹം മത്സരിക്കാനില്ലെന്ന് തീരുമാനിച്ചത് തോൽവി ഉറപ്പായതുകൊണ്ടാണ്. സാധാരണക്കാരായ CPM അണികൾ പോലും ഇന്ന് ചോദിക്കുന്നത് നമ്മുടെ പാർട്ടിക്കാർ എന്തിനാണ് സ്വർണം കടത്തിയതെന്നാണ്. ഈ വികാരം വോട്ടായി മാറ്റാൻ BJPക്ക് അറിയാം.
മികച്ച ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി CPM-ന്റെ അടിത്തറ BJP ഇളക്കും. അഴിമതിയുടെ സിംഹാസനങ്ങൾ തകരാൻ പോകുന്നു.